ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം എന്നതാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്: വരാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതത്തിനായിട്ട് ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ ശുശ്രൂഷയിലെ തന്നെ അനേകം ഭാഗങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓരോ ഭാഗവും എന്തിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ദൈവരാജ്യത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സുവിശേഷം കേൾക്കുന്നത് ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് ദൈവരാജ്യം? ദൈവം ഭരിക്കുന്ന, ദൈവത്തിൻ്റെ നിയമങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്ന, ദൈവം രാജാവായിരിക്കുന്ന ഒരു രാജ്യത്ത് ഞാനൊരു പ്രജയായിരിക്കുന്ന ഒരു കാലമുണ്ടാകണം. അതാണ് നമ്മുടെ ആഗ്രഹം. ദൈവം ഭരിക്കുന്ന ഒരു രാജ്യത്ത് ദൈവം സൃഷ്ടിച്ച ഭൂമി, ദൈവം സൃഷ്ടിച്ച മനുഷ്യർ, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ രാജാവ് ദൈവമായി വരുന്നൊരു കാലമുണ്ടാകണം. അതാണ് സത്യത്തിൽ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. യേശുക്രിസ്തുവിൻ്റെ തന്നെ ഒന്നാമത്തെ പ്രസംഗം നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രസംഗം ആരംഭിക്കുന്നതിന്, യേശു തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 14 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. മർക്കോസ് 1:14 മുതലുള്ള വചനം: യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിൽ ഒന്നിതാണ്: ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവരാജ്യം. രണ്ടെന്താണ്? സുവിശേഷം. മൂന്നെന്താണ്? വിശ്വാസം. നാലെന്താണ്? അനുതാപം. അപ്പോൾ നമ്മുടെ അടിസ്ഥാന ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാന കാര്യമാണ്: ഒന്ന് ദൈവരാജ്യം, രണ്ടെന്താണ്? സുവിശേഷം, 3 വിശ്വാസം, 4 അനുതാപം. അപ്പോൾ ദൈവരാജ്യം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. ദൈവരാജ്യം എന്നാൽ, റോമ 14:17, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. നമ്മൾ വിശ്വാസപ്രമാണത്തിൽ വരാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്ന് പറഞ്ഞ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ച ശേഷം നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഒരു 5-6 പാത്രം നിരത്തി വെച്ച് ഉള്ള കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നതൊന്ന്, നമ്മൾ ചെയ്യുന്നത് വേറെ. യേശു തന്നെ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 6:63, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂർ നമുക്ക് കിട്ടിയാൽ ആ 24 മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിച്ച് നോക്കണം. കൂടുതൽ സമയവും നമ്മൾ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. യേശു പറഞ്ഞു, ദൈവരാജ്യം എന്നാൽ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും അല്ല, ഭക്ഷണവും പാനീയവും അല്ല. പക്ഷേ നമ്മളുടെ നല്ല സമയവും നമ്മൾ അതിനു വേണ്ടിയാണ് ചെലവഴിക്കുക. എന്നിട്ട് യേശു പറഞ്ഞു, അതെന്താണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, ഒന്ന് നീതി, പിന്നെന്താണ്? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, സമാധാനം. ഇത് ഈ അനുഭവത്തിന് പറയുന്ന പേരാണ് ദൈവരാജ്യം. അപ്പോൾ ഒരു വ്യക്തി ദൈവം ഭരിക്കുന്ന ഭരണത്തിൻ്റെ കീഴിലാണെങ്കിൽ,
ദൈവകൽപ്പനകളുടെയും ദൈവഭരണത്തിൻ്റെയും കീഴിലേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവമുണ്ട്. അതെന്താണ്? ദൈവരാജ്യ അനുഭവം. പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് അവനൊരു പ്രത്യേക സമാധാനം കൊടുക്കും, പ്രത്യേക ഒരു സന്തോഷം കൊടുക്കും. ഇതൊരു വ്യക്തിയുടെ ആന്തരിക മനുഷ്യനിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ദൈവമാണ് എന്നെ ഭരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് ഈ സമാധാനം വിട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരനുഭവത്തിലേക്ക്, അതിന് പറയുന്ന പേരാണ് ദൈവാനുഭവം. എന്താണ് പറയുന്നത്? ഇതിന് പറയുന്ന പേരാണ് ദൈവാനുഭവം. അപ്പോൾ പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയും യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ എന്തുണ്ടായിരിക്കണം? ദൈവാനുഭവമുള്ള വ്യക്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ഒരനുഭവമായി മാറണം. അവന് വ്യക്തമായ ഒരനുഭവം ദൈവം നൽകുന്ന ഒരു ജീവിതമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ അനുഭവങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് വലുത് കിട്ടും എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 2 മണി സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. ഒരു പക്ഷേ ദൈവാനുഭവം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഇതാ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കിട്ടിയോ? ഇല്ല, സമീപിച്ചിരിക്കുന്നു. നമ്മുടെ അടുത്ത് വരെ ഈ സംഭവം എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രാജ്യത്തിലേക്ക് എന്ത് ചെയ്യണം? വിസ എടുത്ത് കയറണം. ഈ രാജ്യത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രവേശിക്കണം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സുവിശേഷമുണ്ടാവണം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? സുവിശേഷം കേൾക്കണം. അതുകൊണ്ടല്ലേ മാലാഖമാർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, മാലാഖമാർ ഇറങ്ങി വന്ന് ആട്ടിടയന്മാരുടെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ സകല മാനവകുലത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അഥവാ സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഉടനെ ആട്ടിടയന്മാർ എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കി. പാതിരാത്രിക്ക് പുതപ്പുമില്ല, വീടുമില്ല, വിഷമിച്ചവർ കഴിയുകയാണ്. തണുപ്പ് കാരണം ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് അവരോട് പറയുന്നത്, ഇതാ ഒരു പ്രത്യേക സുവിശേഷം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ അവർ ശ്രദ്ധിച്ചു, എന്താണ് സുവിശേഷം? അപ്പോൾ പറഞ്ഞു, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. നിങ്ങളെ രക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്ന ഒരു പ്രത്യേക ദൈവാനുഭവമുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തി ഭൂമിയിൽ ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, രക്ഷകൻ. അവരിപ്പോൾ മനസ്സിലോർത്തു, സത്യത്തിൽ എത്ര കാലമായി ഓരോ സങ്കടവും പ്രയാസവും. ഇത് ആരോടും പറയാനില്ല. ഒന്നാമതെ വീടില്ല. ഒരു വീട് വെക്കണം, ഈ ആടിനെയെല്ലാം കുറേയെല്ലാം നോക്കി കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ ഈ പണി നിർത്തണം. ഈ ജോലി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കാൻ വരും പറയുന്ന കാര്യമാണ്. 1,00,000 രൂപ ശമ്പളം കിട്ടുന്ന ആളാണേലും വന്ന് പറയും, ഈ ജോലി ഭയങ്കര പ്രയാസമാണ്, അതുകൊണ്ട് പുതിയൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. UK ചെന്ന് കഴിയുമ്പോൾ ചില ആളുകൾ പറയും, ഇവിടെ ഭയങ്കര പ്രയാസമാണ്, ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ചിലർ പറയും, ഞങ്ങൾ ഇവിടുന്ന് വേറൊരു രാജ്യത്തോട്ട് പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. തിരിച്ച് നാട്ടിൽ വന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേനും അവിടുന്ന് ഒരു നേഴ്സ് പെണ്ണ് ഇറങ്ങി വന്നിട്ട് പറയും, ഞാൻ UK പോകാനായിട്ട് IELTS പാസ്സാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്കുമുണ്ട് ഒത്തിരി വേദനകൾ. ആട്ടിടയന്മാർക്കും ഉണ്ട് അങ്ങനെ ഒത്തിരി വേദനകൾ. എത്ര കാലമായി വീടും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്നു. എന്നും നാട് നീളം ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് പിള്ളേരെ വേണ്ട രീതിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. എന്ന് മാത്രമല്ല, വീട്ടിലെ കാര്യങ്ങളും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. അതുപോലെ കുറച്ച് പറമ്പ് കിടക്കുന്നിടത്ത് പണിയാനും പറ്റുന്നില്ല. ഇങ്ങനെ ഒത്തിരി പ്രോബ്ലംസാണ്. അതുകൊണ്ട് രക്ഷകനുണ്ടായി എന്ന് കേട്ടതോടുകൂടി ആട്ടിടയന്മാർക്ക് വളരെ സന്തോഷമായി. ഈ രക്ഷകൻ വരുന്നതോടുകൂടി ഞങ്ങളുടെയൊക്കെ കാര്യത്തിനകത്ത് കുറച്ച് തീരുമാനങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ച് കേട്ടു. ഉടനെ പറഞ്ഞു, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. അപ്പോൾ അവരിങ്ങനെ നോക്കി. ഈ രക്ഷകൻ ഭൂമിയിൽ എവിടെയോ ആണ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പോയി കണ്ടെത്തി
ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിൻ്റെ പരിഹാരമാവും, രക്ഷിക്കും അങ്ങേര്. പക്ഷേ ഇങ്ങേര് എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? ഇന്നത്തെ പോലെ വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഇൻ്റർനെറ്റില്ല, ഇമെയിലില്ല. അതുകൊണ്ട് രക്ഷകൻ ഇനി തൊട്ടടുത്ത് ജനിച്ചാൽ പോലും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരും വളരെ മനപ്രയാസപ്പെട്ടിരുന്നു. അവർ ചോദിച്ചു, ഇതെന്താണ്, ഇത് കണ്ടുപിടിക്കാൻ മാർഗം എന്താ? മാലാഖമാർ പറഞ്ഞു, ഇതായിരിക്കും അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം ഇതാണ് രക്ഷകൻ. അവർ അടയാളങ്ങളെല്ലാം എഴുതിയെടുത്തു. നമ്മൾ കോട്ടയത്തിന് പോകുമ്പോൾ ആരെങ്കിലും പറയുകയാണ് എതിലെയാണ് പോകുന്നത്, ഉടനെ പറയും ഇതിലേ പോയി എറഞ്ഞാൽ വഴി പാറമ്പുഴ വഴി തിരിഞ്ഞ് പോകണം. ചില മനുഷ്യർക്ക്, ഈ നാട്ടിലുള്ളവർക്ക് പാറമ്പുഴയും ഒക്കെ മനസ്സിലാകും. വേറെ നാട്ടുകാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, പേപ്പറിൽ എഴുതിയെടുക്കും. ഇവിടെ നിന്ന് ചെന്ന് മോസ്കോ കവല, മോസ്കോ കവല എന്നൊക്കെ പറയുമ്പോൾ അവരോർക്കും റഷ്യയിലാന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ഇവിടെ ഒരു മോസ്കോയുണ്ട്. അങ്ങനെ മോസ്കോ, പാറമ്പുഴ, അങ്ങനെ പലതും നമ്മൾ പറയും. അതെല്ലാം അവരെഴുതിയെടുക്കും. എഴുതിയെടുത്തേച്ച് പോകുന്ന വഴിക്ക് ചോദിക്കും, മോസ്കോ എത്തിയോ? അങ്ങനെ ചോദിച്ചാണ് പോകുന്നത്. ഇതുപോലെ അവരടയാളങ്ങൾ എഴുതിയെടുത്തു. അടയാളങ്ങളുമായിട്ട് അവർ നോക്കി ചെന്നു. എന്താണ് കൊച്ചിൻ്റെ അടയാളം? കീറിയ തുണിക്കകത്ത് കിടക്കുന്ന കൊച്ച്. അവർ നോക്കി. അപ്പോൾ ഒരു കൊച്ചിനെ കണ്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കീറിയ തുണിയല്ല. അപ്പോൾ പറഞ്ഞു ഇതായിരിക്കുകയല്ല മിക്കവാറും, ഇത് കീറിയ തുണിയല്ല. പിന്നെ പുൽക്കൂട്ടിലാണ് കിടക്കുന്നത്. കച്ചിയൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, പശുവിനെയും കാണുന്നില്ല. അതിന് പകരം ഇതാ ഒരു പട്ടിക്കുഞ്ഞടുത്ത് കിടപ്പുണ്ട്, പൂടപ്പട്ടി. പിന്നെ കമ്പിളി വസ്ത്രത്തിലാണ് പൊതിഞ്ഞിരിക്കുന്നത്. അവർ ജനലിൻ്റെ ഇടവഴി എത്തി വിളിച്ച് നോക്കി രക്ഷകനാണോ എന്നറിയാം. അന്നേരമാണ് മനസ്സിലായത് പൂടപ്പട്ടിയുടെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് ലക്ഷണം ഒക്കുന്നില്ല, അതുകൊണ്ട് ഇത് രക്ഷകനല്ല. അങ്ങനെ കറങ്ങി അവസാനം രക്ഷകനെ കണ്ടെത്തി. ഇതാ ഒരു പാവപ്പെട്ട പെണ്ണ്, സ്വീകരിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടും ആശംസകൾ അർപ്പിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടും സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കന്നുകാലിക്കുട്ടിൽ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട്, തണുപ്പ് മാറ്റാൻ പറ്റാതെ വേദനിച്ചുകൊണ്ട്, ചാണകക്കൂട്ടിൽ മൃഗങ്ങൾക്കൊപ്പം ഇതാ ഒരു കുഞ്ഞിനെയുമായ ഒരമ്മ. അവരിങ്ങനെ ചിന്തിച്ചു, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് കമ്പിളിയില്ല, രാത്രിയിൽ ഉറങ്ങാൻ മാർഗ്ഗമില്ല. ഇതാ ഞങ്ങളെക്കാളും ഗതികെട്ട മറ്റൊരു കുഞ്ഞ്, ഞങ്ങളെക്കാളും ഗതികെട്ട ഒരുവൻ ഭൂമി ജനിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങൾക്കടയാളം. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും കിടന്നുറങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതായിരിക്കും നിനക്കടയാളം. ഇതാ നിനക്ക് ചുറ്റുപാടും ഇതാ വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ദുഃഖിക്കുന്ന നൂറായിരക്കണക്കിന് ആളുകളുണ്ട്. നീ അവരുടെ നേരെ കണ്ണുയർത്തണം, എന്നിട്ട് അവനെ സൂക്ഷിച്ചു നോക്കണം. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ ലോട്ടറി അടിച്ചവനാണെന്ന് നമുക്കന്നേരം മനസ്സിലാകും. രണ്ട് കണ്ണുമില്ലാതെ തപ്പിത്തടഞ്ഞ് ധ്യാന കേന്ദ്രത്തിലേക്ക് ആരുടെയെങ്കിലുമൊക്കെ കൈപിടിച്ച് നടന്നു വരുന്നവനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ലോട്ടറി അടിച്ചവനാണ്. ചെവിയേക്കാൻ മേലാതെ ഇതാ വിഷമിച്ച് ഇത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് ഇതാ വായയുടെ അനക്കം നോക്കിയിരിക്കുന്നവനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഭാഗ്യവാനാണ്. ഇതാ ദൈവം എന്നെ ഭരിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകും. ഇതാ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ കരയുന്ന മനുഷ്യൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നമ്മൾ തിരിച്ചറിയും ദൈവരാജ്യ അനുഭവം. നമ്മൾ ദൈവത്തെയും ദൈവം നൽകിയ അനുഭവങ്ങളെയും കൃപകളെയും തിരിച്ചറിയാൻ പ്രിയമുള്ളവരെ നമ്മളിനി ഒരുപാട് യാത്ര ചെയ്യണം. അങ്ങനെ പ്രിയമുള്ളവരെ അവർ ക്രിസ്തുവിനെ കണ്ടെത്തി. തന്നെക്കാളും ഗതികെട്ട മനുഷ്യരുടെ വഴിത്താരയിലൂടെ യാത്ര ചെയ്ത് പോയപ്പോൾ അവർക്ക് ദൈവാനുഭവം ഉണ്ടായി. പല രോഗികളും ഇവിടുന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാറുണ്ട്. ചെറിയൊരു മഴ, എന്നാൽ പിന്നെ വെല്ലൂർ ഓപ്പറേഷൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് പോവാണ്. ഇവിടുന്ന് തല്ലിയലിച്ച് നിലവിളിച്ച് കാറിക്കൂവിയൊക്കെയാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രിയമുള്ളവരെ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ഇതിനേക്കാളും വേദനകളും ദുഃഖങ്ങളുമായി കഴിയുന്നവരെ കണ്ടു കഴിയുന്നതോടുകൂടി ഇതാ അവർ പറയും, ഓ ഞങ്ങളുടെ മുഴ ഒരു വലിയ മുഴയേ അല്ല, ഞങ്ങളുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നമേ അല്ല എന്ന് പറയാൻ തുടങ്ങും. ഇതാണ് പ്രിയമുള്ളവരെ അനുഭവങ്ങളിലേക്ക് നടക്കാൻ ചില പുതിയ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ പോകുന്ന വഴിയുണ്ടല്ലോ,
ഈ വഴി നമ്മളെ കൊണ്ട് കുഴി ചാടിക്കും. കാരണം എന്താണ്? നമ്മളെക്കാൾ കൂടുതലുള്ളവരെ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ നോക്കുന്നത് നമ്മുടെ കൊച്ചിന് 50% മാർക്കുള്ളെങ്കിൽ നമ്മൾ നോക്കുന്നത് 60, 70, 80, 90, 95% മാർക്കുള്ള കൊച്ചിനെ കാണുന്നതോടുകൂടി പ്രാന്ത് പിടിച്ച തള്ള ഇവിടെ വന്ന് തൂത്തൂട്ടി വന്ന് നിലച്ച് വിളിച്ച് കരയുകയാണ്. ആരെക്കുറിച്ചാണ്? എൻ്റെ കൊച്ചിന് മാർക്ക് തീരെ കുറഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞ് കരയുകയാണ്. അങ്ങനെ കരയുന്ന അമ്മയെ നോക്കി സഹതപിക്കാനല്ലാതെ വേറെന്താണ് തമ്പുരാനെ കൊണ്ടാവുന്നത്? സഹതപിക്കാനല്ലാതെ തമ്പുരാനെ കൊണ്ടതാകുക. അപ്പോൾ പ്രിയമുള്ളവർ ഓർക്കുക, നമ്മളെക്കാളും ഗതികെട്ട ഒത്തിരി മനുഷ്യരുള്ള ഭൂമിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വഴി മാറി യാത്ര ചെയ്താൽ മാത്രമേ ദൈവരാജ്യ അനുഭവം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവരാജ്യ പ്രവേശനത്തിന് സുവിശേഷം അത്യാവശ്യ ഘടകമാണ്. സുവിശേഷം അത്യാവശ്യ ഘടകമാണ്. ഇതാ അവിടെ പിറന്നവൻ എഴുന്നേറ്റിട്ട് അവൻ 33 വർഷം യാത്ര ചെയ്തു ഭൂമിയിൽ. മരിക്കാൻ നേരത്ത് സ്വന്തം തള്ളയ്ക്ക് ഒരു വീട് പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തവൻ അവൻ പറഞ്ഞ്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, ഈ മനുഷ്യപുത്രന് ജീവിതത്തിൽ ഇതാ ഭൂമിയെ മുഴുവൻ രക്ഷിക്കാനായിട്ട് തലചായ്ക്കാൻ ഒരു വീട് പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. ആളുകൾ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നിൻ്റെ കൂടെ പോരട്ടെ. അവർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യപുത്രന് ഈ ഭൂമി തലചായ്ക്കാൻ ഇടമില്ല. പാമ്പുകൾ കൊണ്ട് മാളം, പറവകൾ കൊണ്ട് ആകാശം, പക്ഷേ എനിക്ക് തലചായ്ക്കാൻ ഇടം പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നീ പോരുന്നെൻ്റെ കൂടെ. ഉടനെ ജെല്ല് പറഞ്ഞു, അച്ചായൻ്റെ ശവാട് കഴിഞ്ഞിട്ട് പോരാം. നമ്മുടെ സഭാജീവിതം അധികം വളരാത്തതിൻ്റെയും കാര്യം ഇതാണ്. 2.5% ക്രിസ്ത്യാനികൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ഈ ഭാരതത്തിൽ വന്നിട്ട് ക്രൈസ്തവ വിശ്വാസം ആയിട്ട് നമ്മളിവിടെ കൊടികുത്തി വാഴാൻ തുടങ്ങിയിട്ട് ക്രിസ്ത്യാനികളുണ്ടെന്ന് ലോകം അറിയുന്നത് എങ്ങനെയാണ്? ലാത്തിച്ചാർജ്, അടിപിടി, ഇതെല്ലാം നടക്കുമ്പം ലോകം അറിയും ഇവിടെ ക്രിസ്ത്യാനികളുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നുവെന്ന് വെളിപ്പെടുത്താൻ 2000 വർഷമായിട്ടും നമ്മളെ കൊണ്ടായില്ല. കാരണം എന്താണ്? നമ്മൾ തിരിച്ചറിയണം. ഇതാ സുവിശേഷത്തിൻ്റെ വഴിത്താരയിലൂടെ നാം യാത്ര ചെയ്യണം. സുവിശേഷത്തിൻ്റെ വഴിത്താരയിലൂടെ യാത്ര ചെയ്യണം, വഴിമാറി യാത്ര ചെയ്യണം. ഇതാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. അപ്പോൾ സുവിശേഷം നമുക്ക് പ്രദാനം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതാ നിന്നേക്കാൾ ഗതികെട്ട ഒരുവൻ്റെ മുഖത്ത് നീ എൻ്റെ മുഖം കാണുന്ന കാലത്ത് അത്രയും നിനക്ക് മനസ്സ് വളരുമല്ലോ. എന്നെങ്കിലും നീ കണ്ട് നിൻ്റെ മനസ്സ് വളരും. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യനെ കാണുമ്പോഴും നിനക്കൊരു തോന്നലുണ്ടാകും, ഇതൊക്കെ ദൈവം തമ്പുരാൻ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം ഈ ഭൂമിയിൽ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി അപ്പൻ്റെ ആത്മാവ് മുറിച്ചു കൊടുത്ത മകനാണിത് എന്ന് തിരിച്ചറിയുന്നൊരു കാലമുണ്ടാകും. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പ ഒരു വാക്ക് പറഞ്ഞത്, ഞാനൊരു കത്തോലിക്കനാണ്, പക്ഷേ യേശു ക്രിസ്തു കത്തോലിക്കനല്ല. ഞാനൊരു കത്തോലിക്കനാണ്, പക്ഷേ എൻ്റെ ദൈവം, എൻ്റെ ക്രിസ്തു കത്തോലിക്കനല്ലെന്ന് പറഞ്ഞു. എന്തൊരാർജവമാണ് അദ്ദേഹത്തിന് അത് പറയാൻ. ഓർക്കുക, ഈ ലോകത്തിന് ഒരു രക്ഷകൻ ജനിച്ചു. ആ രക്ഷകനെ നമുക്ക് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്ന എങ്ങനെയാണ്? രക്ഷകൻ്റെ സുവിശേഷം ലോകത്തിന് പ്രദാനം ചെയ്യണം. ആ രക്ഷകൻ്റെ സുവിശേഷം ഇതാ പ്രദാനം ചെയ്യേണ്ട ഒരു ജീവിതം നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതം കൊണ്ടാണ്. അപ്പോൾ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. നമ്മൾ ഓർക്കണം, ക്രിസ്തുവും ക്രിസ്തുമസുകളും വിലയ്ക്ക് വിൽക്കപ്പെട്ടു. സുവിശേഷത്തിൽ നമ്മൾ അനേകം വ്യക്തികളെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ട ഒരു വ്യക്തിയാണ് പ്രിയമുള്ളവരെ, വളരെ നല്ലൊരു കഥാപാത്രമാണ് യൂദാസ് എന്ന് പറയുന്ന മനുഷ്യൻ. യൂദാസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കൊള്ളാവുന്ന, ബുദ്ധിയുള്ള, കഴിവുള്ള ഒരു അപ്പോസ്തലൻ. പക്ഷെ അദ്ദേഹം ചെയ്തതെന്താ? യേശുവിൻ്റെ കൂടെ നടന്ന കാലത്തെല്ലാം അവന് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ചാൻസ്, അവന് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു അവസരം, ആ അവസരം എന്ന തക്കത്തിന് വിനിയോഗിച്ചു. എന്താ ചെയ്തത്? അവൻ ഗുരുവിനെ കൊണ്ട് എന്ത് ചെയ്തു? നേട്ടങ്ങളുണ്ടാക്കി. അവൻ ഗുരുവിനെ കൊണ്ട് നേട്ടങ്ങളുണ്ടാക്കി. അവസാനം ഇതാ
അവൻ നേട്ടമുണ്ടാക്കി അവസാനം ഗുരുവിനെ കൊണ്ട കാൽവറി ക്രൂശിൽ ക്രൂശിച്ചു. അവൻ തൻ്റെ ഗുരുവിനെ കുരിശേ കയറ്റിക്കൊണ്ട് പോലും പ്രിയമുള്ളവരെ അവൻ നേട്ടമുണ്ടാക്കി. അങ്ങനെ നേട്ടമുണ്ടാക്കിയവന് പിന്നീടുണ്ടായ ഫലമെന്താ? അനുതാപത്തിലൂടെ വീണ്ടും തിരികെ ആ അനുഭവത്തിലേക്ക് കയറാനുള്ള മുഴുവൻ സാധ്യതകളും നിലനിൽക്കെ തന്നെ സ്വന്തം കഴുത്തിൽ കയറ് തൂക്കി മരിക്കേണ്ടി വന്നു. ആ മനുഷ്യന് ഒരാത്മഹത്യ ചെയ്യേണ്ടി വന്നു. സ്വയം നശിക്കേണ്ടി വന്ന മനുഷ്യന് അവസാനം പാതാളത്തിൽ പോലും ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയാതെ നിലവിളിച്ച മനുഷ്യനാണ് യൂദാസ്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ക്രിസ്തുവിനെ നൽകിയിരിക്കുന്നത് എന്തിന്? നമുക്ക് ക്രിസ്തു അനുഭവങ്ങൾ നൽകിയിരിക്കുന്നത് എന്തിനാണ്? ഇതാ നിനക്ക് രക്ഷപ്പെടാനാണ്. എന്നാൽ പലപ്പോഴും നാം ഗുരുവിനെ എന്ത് ചെയ്യുന്നു? ഗുരുവിനെ ഉറ്റി, ഗുരുവിനെ വിറ്റ് നമ്മൾ പലപ്പോഴും നേടുകയാണ്. അങ്ങനെ നേടുന്ന നേട്ടങ്ങളെല്ലാം തകരുന്ന നേട്ടങ്ങളാണ്. തകരുന്ന നേട്ടങ്ങളാണ്. അതുകൊണ്ട് ക്രൈസ്തവൻ വഴിമാറി യാത്ര ചെയ്യണം. നീ ഇതുകൊണ്ട് ഉണ്ടെടുത്ത് തിന്ന് ജീവിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് നിനക്ക് ലഭിച്ചതിൻ്റെ പങ്ക് മറ്റുള്ളവന് വേണ്ടി പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ദൈവം നൽകിയതാണ്. അതുകൊണ്ട് നമ്മുടെ വഴി നമുക്ക് മാറി ചവിട്ടാം. അപ്പോൾ സുവിശേഷം നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. കാൽവറിയോളം എത്തിയിട്ടും അവന് ഒന്നും ഉണ്ടായില്ല. പ്രിയമുള്ളവർ, സ്വന്തം കയ്യിലൊന്നും അവനുണ്ടാകാത്തവൻ, അതാണ് ക്രിസ്തു. ഇനി നമ്മൾ നോക്കിക്ക്, പോയ വഴിത്താരയിൽ പാപികളോട് അവനെടുത്ത നിലപാട്, പാപികളോടെടുത്ത നിലപാട് നമുക്കൊന്ന് നോക്കാം. ഇതാ പാപിനിയായ സ്ത്രീയെ കണ്ടപ്പോൾ പറഞ്ഞു. ഒരു പാപിനിയായ സ്ത്രീ പിടിക്കപ്പെട്ടു വന്നിരിക്കുന്നു. അവർ ചോദിച്ചു, നമുക്കെന്താ ചെയ്യേണ്ടത്? ഇവിടെ കല്ലെറിഞ്ഞു വന്നാലോ? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവരൊക്കെ എറിയേ. എനിക്കറിയാൻ തീരെ താല്പര്യമില്ല. എത്ര നല്ലൊരു മാർഗമാണ്. ആരെയും കല്ലെറിയാൻ കല്ലെടുക്കാത്തൊരു മനുഷ്യൻ, അതാണ് സുവിശേഷം. അങ്ങനെ സുവിശേഷത്തിന് ഇതാ ഒരു പുതിയ മാനവും ചൈതന്യവും ലോകത്തിന് നൽകി സുവിശേഷം എന്ന് പറയുന്നത്. അത് സ്വീകരിച്ചവരുമുണ്ട്, തിരസ്കരിച്ചവരുമുണ്ട്. സ്വീകരിച്ചവരൊക്കെ യേശുവിനിലൂടെ രക്ഷ പ്രാപിച്ചു, സമാധാനം കണ്ടെത്തി. തിരസ്കരിച്ചവരൊക്കെ ഇന്നും സമാധാനമില്ലാത്ത മനുഷ്യരായി ഭൂമിയിൽ നടക്കുന്നു. അപ്പോൾ സുവിശേഷം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? പ്രിയമുള്ളവരെ, വിശ്വാസം വേണം. സുവിശേഷം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ യേശു ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. യേശു ആരാണ്? വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:1-3 വരെയുള്ള വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം, വചനത്തെ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ആ വചനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂ. നമ്മളെന്തുകൊണ്ടാണ് യാതൊരു ഭയവുമില്ലാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു ഫ്ലൈറ്റിൽ, നമ്മൾ ഓർക്കണം, എത്രയോ കിലോ തൂക്കമുള്ളൊരു ഇരുമ്പ് പേടകമാണത്. യാതൊരു ഭയവുമില്ലാതെ നമ്മളെന്ത് ചെയ്യുന്നു? സന്തോഷത്തോടെയാണ് ബാഗും തൂക്കി പിള്ളേരെയും പിടിച്ച് നമ്മളെന്ത് ചെയ്യുന്നു? ഈ സാധനത്തിനകത്ത് കയറുന്നത്. നമ്മളെന്നാ വിശ്വസിച്ചിട്ടാണ് കയറുന്നത്? ഇത് പ്രിയമുള്ളവരെ, പറന്നു പോകുന്നത് മിക്കവാറും എല്ലാ ഫ്ലൈറ്റുകളും പറന്നു പോകുന്നത് എന്തിൻ്റെ മേളിൽ കൂടിയാണ്? കടലിൻ്റെ മേളിൽ കൂടിയാണ്. എന്ന് മാത്രമല്ല, ഇന്നേ വരെ ആകാശത്ത് എന്നിട്ട് താഴോട്ട് പോകുന്ന ഒരു സാധനം പോലും പ്രിയമുള്ളവരെ ഒരു മനുഷ്യനെയും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാം കത്തിപ്പോയിട്ട്. അതങ്ങനെ നിലത്ത് വീഴുന്നതിന് മുമ്പ് എപ്പം വേണേലും കത്താം, നിലത്ത് വീണാലും കത്താം. അങ്ങനെ ഇത് കത്തിയ, താഴെ പോയാൽ കത്തിയ ചരിത്രമേ ഉള്ളൂ. ഒരാളും സാധാരണയായിട്ട് രക്ഷപ്പെടാറില്ല. അങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് യാതൊരു ഭയവും കൂടാതെ നമ്മളാളെ കയറ്റിവിട്ടിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? അകത്തേക്ക് കയറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ താഴെ പോയോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ തന്നെ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ വണ്ടിയെടുത്ത് തിരിച്ചു പോരുന്നു. നമ്മുടെ പിള്ളേർ ഫ്ലൈറ്റിൽ കയറി പോകുന്നതിന് മുമ്പ് തന്നെ 2 മണിക്കൂർ മുമ്പാണല്ലോ അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിന് മുമ്പ് തന്നെ നമ്മളെന്ത് ചെയ്യും? പോരും. ന്യായമായിട്ടും പ്രിയമുള്ളവരെ, സ്കൂളിൽ ബസ്സേ കയറ്റി വിടുമ്പം സ്കൂൾ ബസ് മറയുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്, ഇല്ലയോ? ഒരു പാലത്തെ കൊച്ചിനെ കയറ്റി വിട്ടാൽ അപ്പുറത്ത് ചെല്ലുന്നുണ്ടോന്ന് ഇപ്പുറത്തും നമ്മൾ നോക്കും. എന്നാൽ അങ്ങനെ പോലും തിരിഞ്ഞു നോക്കാതെയാണ് ഫ്ലൈറ്റേ കയറ്റി വിട്ടേച്ച് നമ്മൾ പോരുന്നത്. കാരണം എന്താ? നമ്മൾ അതിനെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളൊന്ന് നോക്കിയേ,
നിങ്ങളുടെ കുഞ്ഞിനെ മാമോദീസ മുക്കി ഒരു ക്രിസ്ത്യാനിയാക്കിയ ശേഷം അവൻ ക്രിസ്തുവിൻ്റെ കയ്യിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മരണക്കിടക്കെ കിടക്കുന്ന അമ്മയ്ക്ക് മരിക്കാൻ പറ്റുമോ? എന്തിനേറെ പ്രായമായിട്ട് മരിക്കാൻ കിടന്നാലും അച്ചായൻ്റെ ചിന്തയാണ്, ഞാൻ ഈ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ യുവന്മാർക്ക് വീതിച്ചു കൊടുത്താൽ യുവന്മാർ ഇതെങ്ങനെ ചെയ്യും എന്ന് പേടിച്ചിട്ട് ചാകാതെ കിടക്കുന്ന എത്രയോ അച്ചായന്മാർ. ചില അമ്മച്ചിമാർ, ഒരിക്കലും അമ്മച്ചി ചത്തത് എങ്ങനെയാണെന്നറിയോ? പ്രിയമുള്ളവരെ, അമ്മച്ചി ഇങ്ങനെ കിടക്കുകയാണ്, മരിക്കാതെ കിടക്കുകയാണ്. അവസാനം അവരുടെ ഇടവപ്പള്ളിയിൽ അച്ഛൻ പറഞ്ഞ് കുറച്ച് നോട്ടും കുറച്ച് സ്വർണവും കൈ പിടിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രിയമുള്ളവരെ കുറച്ച് പൈസ കൊടുത്തിട്ട്, അമ്മേ പൈസ എല്ലാം പെട്ടിക്കാതിരുന്നല്ല ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ സ്വർണവും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. ഉണ്ടായ സംഭവമാണ്, ഇതുണ്ടായ സംഭവമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു സിസ്റ്റർ മരിക്കാൻ കിടക്കുകയാണ്. സിസ്റ്റർ ഇങ്ങനെ മരിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ്, മനപ്രയാസപ്പെട്ട്. ഇവിടുന്ന് ഒരു അച്ഛൻ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിൽ തോന്നി കുറച്ച് ചെക്കുകളും ഒരു സ്വർണ്ണ നാണയവും അച്ഛന് മനസ്സിൽ തോന്നി. അച്ഛൻ ചോദിച്ചു, ഈ സിസ്റ്ററിൻ്റെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറേ ചെക്കുകളും കുറേ സ്വർണ്ണ നാണയമൊക്കെ കാണുന്നുണ്ടെന്ന്. എന്തായാലും പ്രാർത്ഥിച്ച് തൈലാഭിഷേകം കഴിഞ്ഞ് തിരിച്ചു പോകുന്നപ്പോൾ സിസ്റ്റർ കണ്ണ് തുറന്നപ്പോൾ കൂടെയുള്ള സിസ്റ്റർമാർ, സിസ്റ്ററെ 2-3 ചെക്കുകളും സ്വർണ്ണ നാണയവും കാണുന്നുണ്ടെന്നാണ് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, 2-3 ചെക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു സ്വർണ്ണ നാണയം എങ്ങാണ്ട് കിട്ടിയത് ആർക്കും കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത് മറ്റ് സിസ്റ്റർമാരെ ഏൽപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മരിച്ചു. ലോകം ഉപേക്ഷിച്ച സിസ്റ്ററിൻ്റെ ഗതി ഇതാണെങ്കിൽ, ഇതാ സ്വർണവും പണവും വലുതായി കണ്ട് കഴുത്തെ തൂക്കി നടക്കുന്ന നിങ്ങളുടെ ഗതി എന്തായിരിക്കും? ചിലരൊക്കെ സത്യത്തിൽ 1000 രൂപയുടെ 500 രൂപയുടെ നോട്ടിൻ്റെ വാല്യൂ പോയപ്പോഴും ഇതുപോലെയാണ്. പിന്നെ ഉണർന്നിട്ടില്ല ചിലർ. അപ്പോൾ ചിലർ പിന്നെ ഉണർന്നിട്ടില്ല, ചിലർക്ക് പിന്നെ ഉറക്കവുമില്ല. അപ്പോൾ ഓർക്കുക, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിരിക്കുന്നത് ഇതുപോലത്തെ പല സാധനത്തിലുമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് യേശുവാകുന്ന ഈ പേടകത്തിനകത്ത് പ്രവേശിച്ചാൽ അവന് നിത്യരക്ഷ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക. ദൈവമാണ് അവനെ ഭരിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ആത്മാവാണ് നിയന്ത്രിക്കാൻ പോകുന്നത് എന്നൊരു ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പകുതി ടെൻഷനും പകുതി ഉത്കണ്ഠകളും ആകുലതകളും നീങ്ങേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ടെൻഷൻ്റെ മരുന്നുകളെല്ലാം പകുതി ഒഴിവാക്കാൻ പറ്റുകയില്ലേ? അതുണ്ടാകാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ലേ? ഈ യേശുക്രിസ്തുവിനെ ഒന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? ദൈവരാജ്യ അനുഭവം വേണമെങ്കിൽ സുവിശേഷം കേൾക്കണം. സുവിശേഷം വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഇതാ റോമ 10:17, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്.